ശബരിമല അയ്യപ്പന് പ്രിയം യേശുദാസിന്റെ ഹരിവരാസനമാണെങ്കിൽ കാശി വിശ്വനാഥന് പ്രിയപ്പെട്ടത് ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെഹനായ് വാദനമാണ്. അതെ, ദൈവങ്ങൾക്കെന്നും പ്രിയപ്പെട്ടവർ മനുഷ്യരാണ്, മതങ്ങളല്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിൻ്റെ ക്യൂ ആണ് നമ്മളീ കാണുന്നത്. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം 4 മണിക്കൂറായി ക്യൂ നിൽക്കുന്നവരാണ് ഇവരോരോരുത്തരും. ഇനിയും ഒരു 3 മണിക്കൂർ കൂടി നിന്നാൽ മാത്രമേ വിശ്വനാഥ ദർശനം സാധ്യമാവൂ. അതായത് ഞങ്ങളിപ്പോൾ ഈ ക്യൂവിൽ പോയി നിൽക്കാൻ തുടങ്ങിയാൽ ഏകദേശം 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടേ ദർശനം സാധ്യമാവൂ. എന്നാൽ ഞങ്ങൾ ദർശനം നടത്തുന്നത് മറ്റൊരു മാർഗത്തിലൂടെയാണ്. വാരണാസിയിലെ ഒരു സുഹൃത്തായ ഗുഡ്ഡിബായിയാണ് ഞങ്ങൾക്ക് ദർശനം തരപ്പെടുത്തി തരാമെന്ന് ഏറ്റിട്ടുള്ളത്. കാശിയിലെത്തുന്ന തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് വിശ്വനാഥ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ചിത്രീകരണം സാധ്യമല്ല. ഈ മഹാക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വലിയ തർക്കം തുടങ്ങി. തങ്ങളിൽ ആരാണ് വലിയവൻ? തർക്കം കൊടുമ്പിരിക്കൊണ്ടു. ഇവരെ അനുനയിപ്പിക്കുന്നതിനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. ആദിയും അന്തവുമില്ലാത്ത ഒരു പ്രകാശഗോളമായാണ് പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ഇരുവരോടും ആ ജ്യോതിർലിംഗത്തിന്റെ ആരംഭവും അവസാനവും കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. മഹാവിഷ്ണു വരാഹാവതാരമെടുത്ത് താഴോട്ട് കുഴിച്ചിറങ്ങി. ബ്രഹ്മാവ് ഹംസരൂപം സ്വീകരിച്ച് മുകളിലേക്ക് പറന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ജ്യോതിർലിംഗത്തിന്റെ അവസാനം കാണാൻ സാധിക്കാതെ മഹാവിഷ്ണു തോൽവി സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് താൻ തുടക്കം കണ്ടെന്ന് കളവ് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ പരമശിവൻ ബ്രഹ്മാവിനെ ശപിച്ചു, നിനക്കൊരിക്കലും ആരാധന ലഭിക്കാതെ പോകട്ടെ. അതേസമയം മഹാവിഷ്ണുവിനെ അനന്തകാലം ആരാധിക്കപ്പെടുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ തർക്കത്തിന് പരിഹാരമായി. ഇത്തരത്തിൽ പരമശിവന്റെ ദിവ്യജ്യോതി അഥവാ ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ജ്യോതിർലിംഗങ്ങൾ ശിവന്റെ പ്രകാശ സ്വരൂപങ്ങളാണ്. ആ ജ്യോതിർഗോളത്തിന്റെ കിരണങ്ങൾ പതിച്ച ഭൂമിയിലെ 12 സ്ഥലങ്ങളിൽ സ്വയംഭൂവായി പിന്നീട് ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായി എന്നാണ് വിശ്വാസം. ഇന്നും അവ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളായി ഇന്ത്യയിൽ പല സ്ഥലത്തായി നിലനിൽക്കുന്നു. അധിനിവേശ കാലഘട്ടത്തിൽ പലതവണ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നും തങ്കശോഭ വിതറി തലയെടുപ്പോടെ വിശ്വനാഥ ക്ഷേത്രം നിലനിൽക്കുന്നു. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ജ്ഞാൻവാബി എന്ന അറിവിന്റെ കിണർ സ്ഥിതി ചെയ്യുന്നു. പരമശിവൻ പാർവതിക്ക് വേദജ്ഞാനം പകർന്നു നൽകിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തോട് ചേർന്ന് ഔറംഗസീബ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ജ്ഞാൻവാബി മസ്ജിദും കാണാം. ക്ഷേത്രദർശനം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ബനാറസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വഴിയിൽ ഒരു അത്ഭുത കാഴ്ച കണ്ടു. ഒരു പശു. അതിൻ്റെ മുതുകിൽ നിന്നും ഒരു കാല് വളർന്നു നിൽക്കുന്നു. ആൾക്കാർ അതിനെ തൊട്ടു വന്ദിക്കുന്നുമുണ്ട്. വൈകാതെ തന്നെ ഞങ്ങൾ ബനാറസ് യൂണിവേഴ്സിറ്റി പരിസരത്ത് എത്തി. 1300 പരം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നാണ് ഇത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ 1916 ഇത് സ്ഥാപിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഹോമി ഭാഭ, മനോജ് സിൻഹ തുടങ്ങിയ പ്രശസ്തർ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. ക്യാമ്പസ് ആകെ ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ ഇതിനുള്ളിലെ ഒരു വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ക്ഷേത്രത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന എൻ്റെ കാലുകളിൽ പെട്ടെന്നാരോ വന്ന് ചുറ്റിപ്പിടിച്ചു. ഞെട്ടിത്തരിച്ച് താഴേക്ക് നോക്കി ഞാൻ കണ്ടത് ഒരു കുസൃതിക്കുട്ടിയെയാണ്. അവൻ എൻ്റെ കാലുകളെ ചുറ്റി വരിഞ്ഞു പിടിച്ച് എൻ്റെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള പല്ലുകൾ കാണിച്ച് ചിരിച്ചുകൊണ്ട് എൻ്റെ കാലുകളിൽ മുറുക്കെ പിടിച്ച് അവൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു. ചിത്രീകരണം തൽക്കാലം നിർത്തി ഞാൻ അവനോട് സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ തമ്മിൽ ഏറെ നാളത്തെ അടുപ്പമുള്ളതുപോലെയാണ് അവൻ എന്നെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നത്. ഫാസിലിൻ്റെയും അരുണിൻ്റെയും ചുണ്ടിൽ ചിരി പടർന്നു. കൂടെ ഹാസ്യരൂപേണയുള്ള അരുണിൻ്റെ കമൻറ്റും. അച്ഛനാണത്രേ അച്ഛൻ. എൻ്റെ മുഖത്തെ ജാള്യത ഒരു വളിച്ച ചിരിയായി പുറത്തു വന്നു. പിടിമുറുക്കി നിന്നുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ആവശ്യം അറിയിച്ചു. ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും 50 രൂപയ്ക്ക് 2 പേന വാങ്ങിക്കണം. എനിക്ക് പേന ആവശ്യമില്ല, എങ്കിലും നിനക്ക് ഞാൻ അല്ലാതെ തന്നെ പൈസ തരാമെന്ന് പറഞ്ഞു നോക്കി. അവൻ കൂട്ടാക്കിയില്ല. ഞാൻ എൻ്റെ ബാഗിൽ കൈയിട്ട് കയ്യിൽ തടഞ്ഞ ഒരു നോട്ട് അവന് നേർക്ക് നീട്ടി. അവൻ അതും വാങ്ങി ബലമായി എൻ്റെ ബാഗിൽ പേനയും കുത്തി തിരികെ വെച്ചിട്ട് ഓടി എങ്ങോ മറഞ്ഞു. ക്ഷേത്രവും പരിസരവും ചുറ്റിക്കണ്ട് ഞങ്ങൾ തിരികെ ഗംഗാതീരത്തുള്ള അസീഘട്ടിലെത്തി.
ശുംഭ നിശുംഭന്മാരെ നിഗ്രഹിച്ച ദുർഗാദേവിയുടെ ഖഡ്ഗം പതിച്ചുണ്ടായ സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം. അസീഘട്ടിൽ ഇരുന്നാണ് തുളസീദാസ് രാമചരിതമാനസിന്റെ കുറച്ച് ഭാഗങ്ങൾ തയ്യാറാക്കിയത് എന്നും ഒരു കഥയുണ്ട്. അലങ്കാരാഭരണങ്ങളുടെ നിരവധി കടകളും ഞാനിവിടെ കണ്ടു. ആത്മീയത പോലെ തന്നെ ലഹരിക്കും പ്രസിദ്ധമാണ് വാരണാസി. ഇവിടെ സുലഭമായി ലഭിക്കുന്ന ഭാങ് എന്ന ലഹരിപാനീയം സഞ്ചാരികൾക്കേറെ പ്രിയങ്കരമാണ്. കഞ്ചാവിന്റെ പൂമട്ടുകളും ഇലയും നല്ലപോലെ അരച്ചെടുത്ത് പാലും നെയ്യും ഏലക്കാപ്പൊടിയുമൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മിശ്രിതം കണ്ടിട്ട് മൈലാഞ്ചി അരച്ചു വെച്ചതുപോലെ എനിക്ക് തോന്നി. ഇതിനെ പാലിലോ ലസ്സിയിലോ ചേർത്താണ് കുടിക്കുന്നത്. ശിവഭഗവാന്റെ വിശിഷ്ട ഭോജ്യമായതുകൊണ്ട് തന്നെ ഇതിന് പ്രിയം ഏറെയാണ്. ഭഗവാന്റെ പ്രിയപാനീയമായതുകൊണ്ട് മാത്രം ഞാനും ഒരു ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് അകത്താക്കി. ഞങ്ങൾ വീണ്ടും തെരുവിലേക്കിറങ്ങി. നേരം വൈകിയിരിക്കുന്നു. നാളെയാണ് ഞങ്ങൾ കാശിയോട് വിട പറയുന്നത്. തിരികെ പോകുന്ന വഴിയോരത്ത് കുറെ സാധു സന്യാസിമാർ. വെളുക്കെ ചിരിച്ചുകൊണ്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യാൻ ഒരുങ്ങിയ ആൾ താനൊരു സന്യാസിയാണല്ലോ എന്ന് പെട്ടെന്നാണ് ഓർത്തത്. ഉടൻ തന്നെ മുഖത്ത് ഗൗരവഭാവം വരുത്തിച്ചു. നല്ല ക്ഷീണം. മാത്രമല്ല, നേരത്തെ അകത്താക്കിയ ഭഗവാന്റെ ഇഷ്ടപാനീയം ചെറുതായി പണി തുടങ്ങിയോ എന്നും ഒരു സംശയം. തുടക്കത്തിൽ 3 പേരായിരുന്ന ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലുള്ളതുപോലെയൊക്കെ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അധികം ചുറ്റിത്തിരിയാതെ വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു വഴിയിലൂടെ ഹോട്ടൽ റൂമിലേക്ക് പോയ ഞങ്ങൾ വേഗം തന്നെ ഉറങ്ങി. കുറച്ച് നേരം വൈകി ഉറക്കമെണീറ്റ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി ലഗേജ് എടുത്ത് പുറത്തേക്കിറങ്ങി. ഞങ്ങൾ കാശിയോട് യാത്ര പറയേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ഇന്നുച്ചയ്ക്കാണ് ഞങ്ങളുടെ വിമാനം. വിമാനത്താവളത്തിലേക്കുള്ള ടാക്സി യാത്രയിൽ എൻ്റെ മനസ്സിലൂടെ ഈ പുണ്യനഗരത്തിൽ കണ്ട അത്ഭുത കാഴ്ചകൾ ഓരോന്നായി മിന്നിമറഞ്ഞുപോയി. ഓരോ യാത്രകളും എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ കാശി ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഓർത്തു. അതെ, കാശിക്ക് തുല്യം കാശി മാത്രം. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് പോകുവാനുള്ള വിമാനമാണിത്. ഈ വിമാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആത്മീയതയെ ലൗകികതയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വിമാനമാണിത്. കാരണം ഈ വിമാനം ഞങ്ങളെയും കൊണ്ട് പറക്കുന്നത് തീവ്ര ആത്മീയതയുടെ മകുട ഉദാഹരണമായ കാശിയിൽ നിന്നും ത്രസിപ്പിക്കുന്ന ലൗകികതയുടെ മടിത്തട്ടായ ഗോവയിലേക്കാണ്. അവിടെ എന്താവും ഞങ്ങളെ കാത്തിരിക്കുന്നത്?